ടീച്ചർ ഇപ്പോൾ പറഞ്ഞ പോലെ കോൺഗ്രസ് പാർട്ടി ആയാലും കുഴപ്പമില്ല, BJP പാർട്ടി ആയാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ മാറിയിട്ടുണ്ട്. മുമ്പ് രാഹുൽ ഫാക്ടർ 2019, ഇപ്പോൾ 20 UDF സ്ഥാനാർത്ഥി പട്ടികയിലെ ഒരാൾ മാത്രം എന്ന നിലയിലേക്ക് രാഹുൽ ഗാന്ധിയെ പോലെ ഒരു ദേശീയ നേതാവ് ചുരുങ്ങിപ്പോയിട്ടുണ്ടോ, പരിമിതപ്പെട്ടിട്ടുണ്ടോ? ഇവിടെ ഈ പറഞ്ഞ രാഷ്ട്രീയം, ഇപ്പോൾ ടീച്ചർ പറഞ്ഞ ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളാകെയും അഡ്രസ്സ് ചെയ്യുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ രാജ്യസഭയിലെ പ്രകടനവും UDF MPമാരുടെ ലോക്സഭയിലെ പ്രകടനവും വോട്ടർമാർ താരതമ്യം ചെയ്യുമ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയമായ ഇടപെടൽ നടത്താൻ UDF MPമാർക്ക് കേരളത്തിന് വേണ്ടിയും പൊതുവിലും കഴിയാതെ വന്നതും ഒരു വലിയ വിമർശനമായി വോട്ടർമാരുടെ ഇത്തവണത്തെ പരിഗണനാ വിഷയമാണ്. അപ്പോൾ അവിടെ ഇടതുപക്ഷത്തിൻ്റെ ഈ പാനൽ സ്ഥാനാർത്ഥി പട്ടിക ടീച്ചർ എങ്ങനെയാണ്? ഇപ്പോൾ തോമസ് ഐസക് മത്സരിക്കുന്നു, അതുപോലെ തന്നെ രവീന്ദ്ര മാഷ് മത്സരിക്കുന്നു, അതുപോലെ ഇളമരം കരീം മത്സരിക്കുന്നു, അതുപോലെ മന്ത്രി K. രാധാകൃഷ്ണൻ മത്സരിക്കുന്നു. അങ്ങനെ വൈവിധ്യങ്ങളുടെ ഒരു പട്ടിക. ടീച്ചർക്കൊപ്പം മത്സരിക്കുന്ന ആ ഒരു ടീമുണ്ടല്ലോ, ലെഫ്റ്റ് ടീമുണ്ടല്ലോ, ടീം LDF ഉണ്ടല്ലോ, അതിലുള്ള ടീച്ചറുടെ കോൺഫിഡൻസ്. അതെ, തീർച്ചയായിട്ടും ഒരു ശക്തമായിട്ടുള്ള ടീമിനെ നിർത്തണമെന്ന് പാർട്ടി ആലോചിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മത്സരിക്കണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയവരല്ല, ആരുമല്ല. അപ്പോൾ പാർട്ടി തീരുമാനിക്കുകയാണ് നമ്മുടെ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകർ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. അങ്ങനെയാണ് പാർട്ടി PB മെമ്പറായിട്ടുള്ള വിജയരാഘവൻ, പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ഞങ്ങൾ 4 പേര്, തോമസ് ഐസക്കും ഞാനും രാധാകൃഷ്ണനും പിന്നെ ഇളമരം കരീമും. അപ്പോൾ ഞങ്ങൾ 4 പേര് മത്സരിക്കണം. അതുപോലെ കഴിഞ്ഞ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ വകുപ്പ് വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തിട്ടുള്ള രവീന്ദ്രനാഥ് മാസ്റ്റർ, കൃഷി വകുപ്പിന് വളരെ നല്ല നേതൃത്വം നൽകിയിട്ടുള്ള സുനിൽ കുമാർ. എങ്ങനെയുണ്ട് അവരുയർത്തുന്ന വെല്ലുവിളിയെക്കുറിച്ച് ഇവിടെ ഇരുന്ന് കാണാറുണ്ടോ, ശ്രദ്ധിക്കാറുണ്ടോ? ഞാൻ നോക്കാറുണ്ട്. അവർ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അവർ നല്ല പോരാളികളാണ്. സുനിലും രവീന്ദ്ര മാഷും ഒക്കെ മന്ത്രിമാർ മാത്രമല്ല എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങൾ ക്യാബിനറ്റ് യോഗത്തിൽ അടുത്തടുത്താണ് ഇരുന്നിരുന്നത്. രവീന്ദ്ര മാഷും ഞാനും സുനിലും ഒക്കെ അടുത്തടുത്താണ് ഇരുന്നിരുന്നത്. ഞങ്ങൾ വലിയ ചങ്ങാതിമാരായിരുന്നു. അപ്പോൾ അവരെല്ലാം ആത്മാർത്ഥതയുള്ള ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഉത്തമരായിട്ടുള്ള പ്രവർത്തകരാണ്. ഇവർക്കൊന്നും വേറെ യാതൊരു ലക്ഷ്യവുമില്ല. ഒരു സീറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അടിപിടി കൂടുന്നവരോ പോയവരോ ഒന്നുമല്ല. തോമസ് ഐസക്കിനെയൊക്കെ പോലുള്ള നല്ല ധനകാര്യ ശാസ്ത്രജ്ഞന്മാർ അവരെല്ലാം അങ്ങനെയുള്ള ആളുകളെ എല്ലാ സ്ഥാനാർത്ഥികളും ഞാൻ എല്ലാവരുടെയും ഇവണൊരു പുതിയ സ്ഥാനാർത്ഥിയാണല്ലോ എറണാകുളത്തെ ഷൈൻ ടീച്ചർ എന്ന് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു ഇതേതാ ഈ ഷൈൻ ടീച്ചർ എന്നുള്ളത്. പക്ഷേ ഇത്ര പക്വതയോടുകൂടിയാണ് അവർ. കഴിഞ്ഞ ദിവസം വനിതാ ദിനവുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു പ്രസംഗം വൈറലായിട്ടുണ്ട്. അതെ, വളരെ പക്വതയോടുകൂടി കാര്യങ്ങൾ പറയാനും ചെയ്യാനും കഴിയുന്ന ഒരു കേഡറാണ് അവർ എന്നുള്ളത്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ തെരഞ്ഞെടുപ്പ് അത് പിന്നെ അങ്ങനെയാണ് ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പോയപ്പോൾ ആനിരാജയെ കണ്ടിരുന്നു. ആനിരാജ വിട്ടുപോയതാണ്, ദേശീയ നേതാവാണ് ആനിരാജ. അന്ന് സംസാരിച്ചപ്പോൾ മലയോര ജീവിതത്തിന്റെ ഒരു അനുഭവത്തിലൂടെ അവർ ജീവിച്ചു. ഞങ്ങൾക്ക് വന്ന റെസ്പോൺസ്, എൻ്റെ നാട്ടുകാരിയാണ് ആനിരാജ. ആളുകൾക്ക് ആനിരാജ ഒരു ദേശീയ നേതാവായി ദില്ലിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എന്ന നിലയിൽ അറിയുന്നിടത്തു നിന്നും ഇവരെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ പ്രതികരണം അത്ര വലുതായി. അതെ, ആനിരാജ എൻ്റെ നാട്ടിലാണ്, ആറളത്താണ്. ആനിരാജയുടെ സഹോദരൻ KT ജോസ് മിക്കവാറും എൻ്റെ തെരഞ്ഞെടുപ്പിൽ എന്നെ വിജയിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ വലിയ നേതൃത്വപരമായ പങ്ക് വഹിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആനിരാജ ഞങ്ങൾക്കൊരു ദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒരു ടീം LDF എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു ടീമാണ്. ഞങ്ങളൊന്നിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിൽ ചെന്നാൽ വളരെ പ്രബലമായിട്ടുള്ള ഒരു ഇടപെടൽ ഞങ്ങൾക്ക് നടത്താൻ സാധിക്കും. വികസന പ്രവർത്തനങ്ങളിലും കൂട്ടായി ഞങ്ങൾ ഇടപെടും ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി എന്നുള്ളതാണ്. വടകര മണ്ഡലത്തിന് വേണ്ടി ഞാൻ നേരത്തെ എങ്ങനെ ചെയ്തോ അതുപോലെ വടകര മണ്ഡലത്തിന് വേണ്ടി ചെയ്യുമെന്നുള്ളതാണ്. ജനങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെ കൈവിടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. എല്ലാവരോടും വോട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. ഏതായാലും ഈ ആത്മവിശ്വാസമാണ് ഇപ്പോൾ ടീച്ചർ പറഞ്ഞ ഓരോ വാചകത്തിലും അടങ്ങിയിട്ടുള്ള ആത്മവിശ്വാസമാണ് വോട്ടർമാരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിലുള്ള ആവേശകരമായ ഒരു വടകര തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഇടയിൽ നിന്നിട്ടാണ് നമ്മൾ സ്ഥാനാർത്ഥി ഇങ്ങനെ പൊക്കി മാറ്റി നിർത്തി കുറച്ചു നേരം രാഷ്ട്രീയമൊക്കെ പറഞ്ഞു വന്നത്. വളരെയധികം നന്ദി ടീച്ചർ. ശരി, ശരത്തേട്ട കാവ്യ ഡെസ്കിൽ റീഡറായിട്ടുണ്ടല്ലോ. കവിത, നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട നേതാവ് നമ്മുടെ കൂടെ ഉള്ളത്, എന്താണ് ടീച്ചറോട് പറയാനുള്ളത് വളരെ ചുരുക്കത്തിൽ? ടീച്ചർക്ക് എല്ലാവിധമായ വിജയാശംസകളും നമ്മുടെ പ്രേക്ഷകരൊക്കെയും ടീച്ചറോട് ഗുഡ് മോർണിംഗ് പറയണമെന്ന് പറയുന്നുണ്ട്. അവർക്കൊപ്പം ചേർന്നുകൊണ്ട് വിജയാശംസകൾ നേരുകയാണ്. അതെ ടീച്ചറെ, നമ്മുടെ ആങ്കർ വിജയാശംസ നേരുന്നു. അതോടൊപ്പം തന്നെ നമ്മളെ യൂട്യൂബിൽ താങ്ക് യു കാവ്യ, വളരെ നന്ദി. നമ്മുടെ യൂട്യൂബിലൊക്കെ ടീച്ചർക്ക് ഒരുപാട് പേര് വിജയാശംസകൾ നേരുന്നു എന്നാണ് കാവ്യ ഇപ്പോൾ പറയുന്നത്. ആയിക്കോട്ടെ, വളരെ നന്ദി കാവ്യ.